37 ബാറ്ററികളാണ് അവിടെ കത്തി നശിച്ചത്. അപകടം ഒഴിവാക്കാൻ കാഷ്വാലിറ്റിയിൽ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നും ഫയർ എക്സിറ്റ് സംവിധാനം ഇല്ലെന്നും അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുകയാണ്. ആരുടെ വീഴ്ചയാണിത്? എ കെ അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഗുഡ് ഈവനിങ് എ കെ അഭിലാഷ്. വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നതിൽ ആർക്കും സംശയമില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് ഒഴിവാക്കുന്നതിന്, പരിഹരിക്കുന്നതിന് അടിയന്തര മാർഗം അവിടെ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ വീഴ്ച ആർക്കാണ്? ഇതിന് ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സെർവർ റൂമിൽ ഇത്തരത്തിൽ ബാറ്ററിക്ക്, അതായത് 38ഓളം ബാറ്ററികളിൽ 37 തീപിടിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? സ്വാഭാവികമായി ഓരോ ദിവസവും പരിശോധന നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ ഇന്നലെ നടന്നോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണത്തിലൂടെ അത്തരം കാര്യങ്ങൾ കണ്ടെത്തണമെന്നാണ് അവർ പറയുകയും ചെയ്തത്. ഇത് നമുക്കറിയാം, ഈ ഒരു പ്രധാന ഗേറ്റാണ്, അതായത് ഈ ബ്ലോക്കിന്റെ പ്രധാന ഗേറ്റുകളിൽ ഒന്നാണിത്. ഈ ഭാഗത്താണ് കാഷ്വാലിറ്റിയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കടക്കുക. ഈ ഗേറ്റ് അടച്ചിട്ട നിലയിലായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഗേറ്റ് കൂടി ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇത് ചങ്ങലയിട്ട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. സുബേർ നമുക്ക് ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും. ഇത്തരത്തിൽ ചങ്ങല ഇട്ട് പൂട്ടിയിട്ടിരിക്കുന്ന മറ്റൊരു വാതിൽ കൂടിയുണ്ട്. ഇത് ഇന്നലെ ആളുകൾ അടിച്ചു പൊളിച്ചാണ് രോഗികളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി. ഇതിൻ്റെ ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് തന്നെയല്ല പ്രശ്നം. ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നാൽ നമുക്കിത് പുറത്തേക്ക് റോഡിലേക്കുള്ള പ്രധാന റോഡിലേക്കുള്ള ഭാഗം നോക്കാം. നമുക്ക് ഈ ആശുപത്രിയുടെ പ്രധാന ആശുപത്രികളൊക്കെ ഈ ഭാഗത്താണ് കിടക്കുന്നത്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഗേറ്റുകളൊന്നും കാണാനില്ല. ഇതിന് രണ്ട് വശത്തായി ചെറിയ 2 ഗേറ്റുകൾ മാത്രമാണുള്ളത്. അതായത് ഒരു പ്രധാന കവാടം പോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു സ്ഥലമാണിത്. അതിനാണ് ഈ കോമ്പൗണ്ട് വാൾ ഇത്തരത്തിൽ കെട്ടി വെച്ചിരിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ ഗേറ്റ് സ്ഥാപിക്കുകയും ചെയ്തില്ല. ഇനി ഗേറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ആ മൂലയ്ക്കാണ്. ആ മൂലയിലുള്ള ഗേറ്റ് നോക്കിയാൽ കാണാം, അതും ഇതേ രീതിയിൽ കെട്ടി പൂട്ടി വെച്ചിരിക്കുന്ന സ്ഥിതിയാണ്. കാരണം ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന സമയത്ത് രോഗികളെ വളരെ പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ഇത്ര വലിയ അപകടം ഉണ്ടാകുമ്പോൾ എമർജൻസി എക്സിറ്റ് ഓപ്ഷൻസ് അവിടെ വളരെ കുറവാണ്. ഇനിയിപ്പോൾ അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ഒരു അപകടം ഉണ്ടായാൽ രോഗികളെ പെട്ടെന്ന് മാറ്റുന്നതിനായിട്ടുള്ള ഒരു എമർജൻസി കോറിഡോർ അവിടെ സജ്ജമാക്കേണ്ടതുണ്ട് എന്നതല്ലേ? തീർച്ചയായിട്ടും ഇതിന് അടിസ്ഥാനപരമായി ഈ ബിൽഡിങ്ങിന് അടിസ്ഥാനപരമായി തകരാറുണ്ട് എന്നുള്ള ആരോപണങ്ങൾ തന്നെ ഉയരുന്നു. കാരണം ഇത്തരത്തിൽ അപകടം സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രോഗികളെ എങ്ങനെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിലുള്ള ഉത്തരം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഉള്ള സൗകര്യങ്ങൾ തന്നെ വിനിയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ കോമ്പൗണ്ട് വാൾ കെട്ടിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇവിടെ ഒരു പ്രധാന ഗേറ്റ് സ്ഥാപിക്കുകയും ആവശ്യത്തിന് തുറക്കാൻ കഴിയുന്ന രീതിയിലെങ്കിലും അത്തരം ഗേറ്റ് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഇന്നും ഇപ്പോൾ മന്ത്രിയുടെ മുന്നിൽ വന്നു. മന്ത്രി അക്കാര്യങ്ങൾ പരിഗണിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഇലക്ട്രിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇന്നലെ തന്നെ 4 തവണ കറണ്ട് പോയി എന്നുള്ള സംശയം പലരും, അല്ലെങ്കിൽ അത്തരം ആക്ഷേപങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലും മന്ത്രിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭ്യമായില്ല. ഇതും അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ടുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇത് സ്കാനിങ് മെഷീനുമായി ബന്ധപ്പെട്ടാണ്. സ്കാനിങ് മെഷീൻ്റെ സെർവറിൽ ഓവർലോഡ് വന്നോ എന്നുള്ള അത്തരത്തിലുള്ള സംശയം ഉയർത്തിയത്. പക്ഷേ മന്ത്രി പറയുന്നത് അത്തരത്തിൽ ഓവർലോഡ് വരാനുള്ള സാധ്യതയില്ല. കാരണം അത് സ്കാനിങ് മെഷീന് വേണ്ടി മാത്രമുള്ള സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. പക്ഷേ അപ്പോൾ പോലും ഇന്നലെ അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഓക്കെ അഭിലാഷ്, വ്യക്തമാണ്. അഭിലാഷ് ഇപ്പോൾ കാട്ടിത്തന്ന ഇടം അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.